ലജ്ജിച്ചു തല താഴ്ത്തു SFIക്കാരെ. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമായിരുന്ന ഒരു 20 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട 18 പ്രതികളിൽ 4 പ്രതികൾ നിങ്ങളുടെ സംഘടനയിലെ ഭാരവാഹികളായിരുന്നുവെങ്കിൽ മാനവികതയും ജനാധിപത്യവും മുദ്രാവാക്യമാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ അസ്തിത്വത്തെ തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുണ്ടായ കൊടും ക്രൂരമായ മർദ്ദനവും തുടർന്ന് ക്യാമ്പസിൽ ഫെബ്രുവരി 18-ാം തീയതി ഉച്ചതിരിഞ്ഞ് 1 മണിക്ക് ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 2ാം വർഷ വെറ്റിനറി സയൻസ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ്റെ മരണവാർത്ത മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെ വളരെയേറെ കുത്തിമുറിക്കുന്നതാണ്. സിദ്ധാർത്ഥൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത് അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ തെളിവുകളാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു ഗുണ്ടയുടെയോ അക്രമിയുടെയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെയോ ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല. നേരെ മറിച്ച് 20 വയസ്സുള്ള 2ാം വർഷ വെറ്റിനറി സയൻസ് വിദ്യാർത്ഥിയുടെ മൃതശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ശരീരത്തിലാകമാനം 2-3 ദിവസം പഴക്കമുള്ള അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ പാടുകൾ, തലയിലും താടിയിലും മരണകാരണം വരെ ആയേക്കാവുന്ന ക്ഷതങ്ങൾ, കഴുത്തിൽ കുറുകിയ വയറിനെ സംബന്ധിച്ചുള്ള അസ്വാഭാവികത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഇതെല്ലാം എന്താണ് വിരൽ ചൂണ്ടുന്നത്? നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത 100ഓളം വരുന്ന വ്യക്തികൾ പുറമേ നിന്നുള്ളവർ ആയിരുന്നില്ല, ആ ക്യാമ്പസിലെ തന്നെ വിദ്യാർത്ഥികളായിരുന്നു. ഒരു 20 വയസ്സുകാരനെ മാനസികവും ശാരീരികവുമായി അതിക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കുവാനും അവൻ്റെ മർദ്ദനത്തിന് സാക്ഷ്യം വഹിക്കുവാനും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാനുമുള്ള നിർജീവത നിങ്ങൾക്ക് വന്നോ? നിങ്ങളുടെ മനുഷ്യത്വം മരിച്ചുപോയോ? നമ്മൾ തന്നെ ചിന്തിക്കണം. സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ 15 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം സ്വപ്നം കണ്ടത് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ മകൻ്റെയും ഒരു ശോഭനമായ ഭാവിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ആ നിസ്സഹായാവസ്ഥ കാലം നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. എൻ്റെ മകനെ അവർ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി എന്ന് നിലവിളിച്ച് കരയുന്ന ആ അമ്മയുടെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇതിൽ കണ്ട വിചിത്രമായ ഒരു വസ്തുത, പ്രതികളിൽ ഒരുവൻ്റെ പേര് ബിൽ ഗേറ്റ്സ് ജോഷുവ എന്നാണ്. ബിൽ ഗേറ്റ്സ്. നിനക്ക് ആ പേരിട്ടപ്പോൾ നിൻ്റെ അപ്പനും അമ്മയും നിന്നിൽ കണ്ട സ്വപ്നങ്ങൾ എത്രത്തോളമായിരിക്കും? നിനക്ക് നിൻ്റെ അപ്പനും അമ്മയോട് നീതി പുലർത്താൻ സാധിച്ചോ? സിദ്ധാർത്ഥൻ്റെ അതിക്രൂരമായ മർദ്ദനത്തിനും തുടർന്നുള്ള ആത്മഹത്യയിലേക്കും നയിച്ച കാരണങ്ങളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു സഹവിദ്യാർത്ഥിനിയുമായി സിദ്ധാർത്ഥൻ ഡാൻസ് കളിക്കുകയും ആ വിദ്യാർത്ഥിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും തുടർന്ന് മർദ്ദിക്കുകയും അത് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇങ്ങനെയൊരു കാര്യം ശരിയാണ് എങ്കിൽ തന്നെ ഇതിലെ തെറ്റും ശരിയും അന്വേഷിക്കുവാൻ നിങ്ങളെ ആരാണ് ബാധ്യസ്ഥരാക്കിയിരിക്കുന്നത്? ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് സിദ്ധാർത്ഥൻ ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ തന്നെ ഇതിലെ ന്യായാന്യായങ്ങൾ തീരുമാനിക്കുന്നതിലും അതിന് ശിക്ഷ വിധിക്കുന്നതിനും നിങ്ങളെ ആരാണ് അവകാശപ്പെടുത്തിയത്? നിങ്ങളെക്കാരാണ് അതിനുള്ള അധികാരം തന്നത്? 100ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ നഗ്നനാക്കി നിർത്തിയാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും വിഷമം തോന്നുന്ന അവസ്ഥ, വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന, ആ കോളേജിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന 4 വിദ്യാർത്ഥികളാണ് ഈ ദാരുണമായ ആക്രമണ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. SFIക്കാരായ കോളേജ് യൂണിയൻ പ്രസിഡന്റ്, കോളേജ് യൂണിയൻ അംഗം, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി എന്നിവരാണ് പ്രതികളിൽ മുൻപട്ടികയിൽ. SFIയുടെ നേതൃത്വം ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ വിദ്യാർത്ഥികൾ യാതൊരു ധാർമ്മിക മൂല്യങ്ങളുമില്ലാതെ ഈ അരാജകത്വത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്ന്? അങ്ങനെയുള്ളവരെ തിരുത്തുന്നതിനും തങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിനുമുള്ള ആർജവം SFIയുടെ നേതൃത്വം ഇനിയെങ്കിലും കാണിക്കണം എന്ന് ദയവ് ചെയ്ത് ഓരോ മലയാളിക്കും വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്.
അതിനുവേണ്ട ഒരു കാര്യം, നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തങ്ങളുടെ അണികൾക്ക് മാതൃകയാവണം എന്നുള്ളതാണ്. ഒരു കാലിൽ മന്തുള്ളവൻ പരാതി പറയാൻ പോയപ്പോൾ നേതൃത്വത്തിലിരിക്കുന്നവൻ 2 കാലിലും മന്തുള്ളവനായ അവസ്ഥ ആകരുത്. മാതാപിതാക്കളെ, നമ്മളും ഒന്ന് ചിന്തിക്കണം, എന്ത് തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളാണ് നാം നമ്മളുടെ മക്കൾക്ക് പകർന്നു നൽകുന്നത് എന്ന്. തങ്ങളുടെ തന്നെ സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിനും കൂട്ടുനിൽക്കുന്നതിനും അത് കണ്ട് നിഷ്ക്രിയമായി നിൽക്കുന്നതിനും ഉതകുന്ന ധാർമ്മിക മൂല്യമാണോ നാം നമ്മളുടെ മക്കൾക്ക് പകർന്നു തരുന്നത് എങ്കിൽ ആ മക്കളിൽ നിന്ന് ഈ തരത്തിലുള്ള പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും നമ്മളിലേക്ക് തന്നെ വരുന്ന കാലം വിദൂരമല്ല എന്ന് നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ സ്ഥാനത്ത് നാം നമ്മളെ തന്നെ കണ്ടാൽ മനസ്സിലാകാവുന്ന വിഷമം മാത്രമേയുള്ളൂ ഇത്. ഒരുപാട് പ്രതീക്ഷകളോടെ വളർത്തിയെടുക്കുന്ന ഒരു മകനെയോ മകളെയോ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലുള്ള കാരണങ്ങളാൽ നഷ്ടപ്പെടുന്ന ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വേദന അത് ഉൾക്കൊള്ളുവാൻ മാതാപിതാക്കളായ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിനുതകുന്ന ധാർമ്മിക മൂല്യങ്ങൾ നാം നമ്മളുടെ മക്കൾക്ക് പകർന്നു നൽകുന്നില്ല എങ്കിൽ, ഇത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെയും പരാജയമാണ്. ഇതുപോലുള്ള അവസ്ഥ ഒരു മകനും ഒരു മകൾക്കും ഒരു അച്ഛനും അമ്മയ്ക്കും ഇനിയെങ്കിലും വരാതിരിക്കട്ടെ. അതിനുള്ള നടപടികൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടത്തിൽ നമുക്കും പങ്കുചേരാം. അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കേരളത്തിന് വേണ്ടി, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി.